അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൂസാ നബിയെയും അദ്ദേഹത്തിൻ്റെ സമുദായത്തെയും ഫിർഔനിൽ നിന്നും അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായത്തോടെ ചെങ്കടൽ മുറിച്ചു കടത്തി രക്ഷപ്പെടുത്തുകയും അവരെ പിടികൂടാൻ പിന്തുടർന്നു വന്ന ഫിർഔനെയും സൈന്യത്തെയും കടലിൽ മുക്കി നശിപ്പിക്കുകയും ചെയ്ത രംഗമാണ് 90, 91, 92 ആയത്തുകളിൽ വിവരിക്കുന്നത്. അതിൽ 2 ആയത്താണ് ഇന്ന് പഠിക്കുന്നത്. അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം മൂസാ നബി ബനു ഇസ്രായേല്യരെ കൂട്ടി ഈജിപ്തിൽ നിന്ന് പലസ്തീനിലേക്കുള്ള യാത്രയുടെ ഭാഗമായി കൊണ്ട് രാത്രി പുറപ്പെട്ടതും അധികം വൈകാതെ ഫിർഔനും സൈന്യവും അവരെ പിന്തുടർന്നതും മൂസാ നബിയും സംഘവും ചെങ്കടൽ വരെ എത്തിയപ്പോൾ ചെങ്കടൽ കടക്കാൻ മാർഗമില്ലാതെ വഴിമുട്ടിയതും പിന്നീട് വമ്പിച്ച സൈന്യവുമായി വരുന്ന ഫിർഔനെ കണ്ടപ്പോൾ ബനു ഇസ്രായേലികൾ ഭയന്ന് നിലവിളിച്ചതും നിങ്ങൾ ഭയക്കണ്ട, അള്ളാഹു എൻ്റെ കൂടെയുണ്ട്, അവൻ സഹായിക്കും എന്ന് മൂസാ നബി അവരോട് പറഞ്ഞതും അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം മൂസാ നബി വടികൊണ്ട് കടലിൽ അടിച്ചതും കടൽ പിളർന്ന് വഴിയുണ്ടായതും ആ വഴിയിലൂടെ മൂസാ നബിയും സംഘവും മറുകരയിലെത്തിയതും അവരെ പിന്തുടർന്ന ഫിർഔനും സൈന്യവും കടലിൽ മുക്കിക്കൊല്ലപ്പെട്ടതും നമുക്ക് അറിയുന്ന ചരിത്ര സംഭവമാണല്ലോ. വജാവസ്നാ ബിബനി ഇസ്രാഈലൽ ബഹ്റ ഫഅത്ബഅഹും ഫിർഔനു വജുനൂദുഹു ബഗ്യൻ വഅദ്വാ حتى إذا أدركه الغرق قال آمنت أنه لا إله إلا الذي آمنت به بنو إسرائيل وأنا من المسلمين الآن وقد عصيت قبل وكنت من المفسدين وجاوزنا ببني إسرائيل البحر ബനു ഇസ്രായേലികളെ നാം കടൽ കടത്തി കൊണ്ടുപോയി. വജാവസ്ന നാം മുറിച്ചു കടന്നു, ബി ബനി ഇസ്രായേല ബനു ഇസ്രായേല്യരെയും കൊണ്ട്, അൽ ബഹറ കടൽ. അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ സഹായത്താൽ കടൽ പിളർന്ന വഴിയിലൂടെയാണ് ബനു ഇസ്രായേലിയർ മറുകരയിലേക്ക് പോയത്. അതാണ് നാം അവരെ കടൽ മുറിച്ചു കടത്തി എന്ന് പറഞ്ഞത്. ഫഅത്ബഅഹും അപ്പോൾ അവരെ പിന്തുടർന്നു ഫിർഔനു വജുനൂദുഹു ഫിർഔനും അവൻ്റെ സൈന്യവും, ബഗ്യൻ വഅദ്വൻ അധാർമികമായും ആക്രമണം ഉദ്ദേശിച്ചുള്ള ശത്രുതയോടുകൂടിയും. സ്വാതന്ത്ര്യം ഉദ്ദേശിച്ചുകൊണ്ട് പലായനം ചെയ്യുന്നവരാണ് ബനു ഇസ്രായേല്യർ. അവരെ ധിക്കാരപൂർവം തടയുന്നത് ബഗ്യാണ്, അധാർമികമാണ്, അതിക്രമമാണ്. അവരെ ശത്രുതയോടെ പിടികൂടാൻ ശ്രമിക്കുന്നതിനെയാണ് അദ്വൻ എന്ന് പറയുന്നത്. മൂസാ നബി ചെങ്കടലിൽ വടികൊണ്ടടിച്ചപ്പോൾ കടൽ പിളർന്ന് ഉണ്ടായ വഴിയിലൂടെയാണല്ലോ മൂസാ നബിയും ജനതയും നടന്നുപോയത്. 2 മലകൾ പോലെ 2 വശത്തേക്ക് വെള്ളം മാറി നിന്നു. അങ്ങനെയാണ് ആ വഴി ഉണ്ടായത്. അവരുടെ പിന്നാലെ അവരെ പിടികൂടാൻ അതേ വഴിയിൽ ഫിർഔനും സൈന്യവും പോയി. മൂസാ നബിയും സംഘവും മറുകരയിലെത്തിയപ്പോൾ ഫിർഔനും സൈന്യവും ആ വഴിയിൽ ചെങ്കടലിൻ്റെ നടുവിലായിരുന്നു. ആ സമയത്ത് ഇരുവശത്തേക്കും പർവ്വതം പോലെ മാറി നിന്ന കടൽ ഒന്നായി ചേർന്ന് പഴയ പോലെയായി. ഫിർഔനും സൈന്യവും കടലിൽ മുങ്ങിത്താണുകൊണ്ടിരുന്നു. ഹത്താ ഇദാ അദ്റക്കഹുൽ ഗറഖു അങ്ങനെ അവൻ മുങ്ങി മരിക്കുകയാണെന്ന് വന്നപ്പോൾ, അതായത് കടലിൽ മുങ്ങിച്ചാവുമെന്ന് ഫിർഔന് ഉറപ്പായപ്പോൾ, ഖാല അവൻ വിളിച്ചു പറഞ്ഞു, ആമൻതു ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായേൽ ഇസ്രായേല്യർ വിശ്വസിച്ച ഇലാഹല്ലാതെ വേറെ ദൈവമൊന്നും ഇല്ല എന്ന്, വഅന മിനൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ് എന്നും. മൂസയും ഹാറൂനും ബനു ഇസ്രായേലികളും വിശ്വസിക്കുന്ന ഏകനായ അള്ളാഹു മാത്രമേ ദൈവമുള്ളൂ എന്ന് ഞാനും ഇതാ വിശ്വസിക്കുന്നു, ഞാൻ അള്ളാഹുവിന് കീഴ്പ്പെട്ട് മുസ്ലിമായിരിക്കുന്നു എന്ന് കടലിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുമ്പോൾ ഫിർഔൻ വിളിച്ചു പറയുകയാണ്. ലോകം കണ്ട ഏറ്റവും ഭീകരനായിട്ടുള്ള ഭരണാധികാരിയുടെ ഈ ദുരന്ത പര്യവസാനത്തിന് കാവ്യനീതിയുടെ മാനമുണ്ട്. താനാണ് ഈജിപ്തുകാരുടെ ദൈവമെന്നും തന്നെ എല്ലാവരും അനുസരിക്കണമെന്നും തൻ്റെ കാൽ കീഴിലൂടെയാണ് ഈജിപ്തിലെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നതെന്നും അഹങ്കാരത്തോടുകൂടി പ്രഖ്യാപിച്ച് ബനു ഇസ്രായേല്യരെ അടിച്ചമർത്തിയ ആളാണ് ഫിർഔൻ. ആ ഫിർഔനാണ് പറയുന്നത്, താൻ സകലതും ബനു ഇസ്രായേല്യർ വിശ്വസിക്കുന്ന ദൈവത്തിന് അടിയറ വെച്ച് ആ ദൈവത്തിൻ്റെ വിനീത വിധേയനായ ദാസനായിരിക്കുന്നു ഞാൻ,
അതുകൊണ്ട് എന്നെ രക്ഷിക്കണേ എന്ന് കേഴുന്നത്. ഞാനാണ് ദൈവമെന്ന് പറഞ്ഞ് ജനങ്ങളെ അടിച്ചമർത്തുന്നവർക്കൊക്കെ ഇതിൽ കൃത്യമായ സന്ദേശമുണ്ട്. ഫിർഔൻ മുങ്ങിച്ചാവുമ്പോൾ വിളിച്ചു പറഞ്ഞതിന് ഉത്തരമായി അടുത്ത ആയത്തിൽ അവനോട് ചോദിക്കുകയാണ്, അൽ ആന. അൽ ആൻ എന്നാണ് ആ വാക്ക്. ആ എന്നത് ചോദ്യത്തിനുള്ളതാണ്. അൽ ആൻ എന്നാൽ ഇപ്പോൾ. ഇപ്പോഴാണോ, ഇനി രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ ഇപ്പോഴാണോ വിശ്വാസം പ്രഖ്യാപിക്കുന്നത്? വഖദ് അസൈത ഖബൽ, നീ നേരത്തെ ധിക്കരിച്ചു കഴിഞ്ഞതാണല്ലോ. വകുൻത മിനൽ മുഫ്സിദീൻ, നീ നാശം വിതക്കുന്ന ആളുകളിൽ പെട്ടവനായിരുന്നു. ഫാസിദ് എന്ന് പറഞ്ഞാൽ സ്വയം നശിച്ച് പോയവൻ എന്നാണ്. മുഫ്സിദ് എന്ന് പറഞ്ഞാൽ സ്വയം നശിച്ചവനും മറ്റുള്ളവർക്ക് നാശം ഉണ്ടാക്കുന്നവനുമാണ്. അങ്ങനെയുള്ള നാശം ഉണ്ടാക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നു ഫിർഔൻ എന്ന് അവിടെ അവനോട് ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്ന് അടുത്ത ആയത്തിൽ പറയുന്നത്, അള്ളാഹു ഫിർഔന്റെ ഭൗതിക ശരീരത്തെ കടലിൽ നശിപ്പിക്കാതെ നിലനിർത്തി. അവിടെയുള്ള അവൻ്റെ ആളുകൾക്കും മറ്റും അള്ളാഹു അവനെ മുക്കിക്കൊന്നിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുവാനുള്ള തെളിവായിക്കൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന കാര്യമാണ് പറയുന്നത്. ഇൻഷാ അള്ളാഹ് അത് നാളെ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.